നിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോകാത്ത ആ പഴയൊരു സംഭവമുണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നിമിഷവും അന്നാരോ പറഞ്ഞ ആ വാക്കുകളും ആ മുഖവുമൊക്കെ ഇന്നും നിന്നെ വിടാതെ പിന്തുടരുന്നുണ്ടാകാം. സത്യം പറഞ്ഞാൽ ഇത് നിന്റെ ബലഹീനതയൊന്നുമല്ല കേട്ടോ. സൈക്കോളജി ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. നിന്റെ മനസ്സിന്റെ വളരെ പ്രത്യേകതയുള്ള ഒരു പ്രതികരണമാണിത്. അതിനു പിന്നിലെ 4 കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം റൂമിനേഷനാണ്. അതായത് ഒരേ കാര്യം തന്നെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ ബ്രെയിൻ ആ സംഭവത്തിൽ പരിഹരിക്കപ്പെടാത്ത എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അത് സോൾവ് ആകാതെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ബ്രെയിൻ തയ്യാറാകില്ല. ഇതൊരു സർവൈവൽ മെക്കാനിസമാണ്, അല്ലാതെ നിന്റെ തെറ്റല്ല. നീ വല്ലാതെ ഇമോഷണലായ നിമിഷങ്ങളെ നിന്റെ ബ്രെയിൻ വളരെ ശക്തമായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സാധാരണ ഓർമ്മകൾ കാലക്രമേണ മാഞ്ഞു പോകുമെങ്കിലും ഇത്തരം ഇമോഷണൽ മെമ്മറികൾ അത്ര പെട്ടെന്ന് ഫെയ്ഡാകില്ല. നീ ആ പഴയ കാലത്ത് ജീവിക്കുന്നത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് ആ ഓർമ്മ നിന്നിൽ അത്ര ആഴത്തിൽ പ്രിന്റ് ആയതുകൊണ്ടാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം സയൻസ് അത്ര ലളിതമായി ആരോടും പറയാറുമില്ല. ചില ആളുകൾ ആ പഴയ സംഭവത്തെ തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി മാറ്റാറുണ്ട്. ഞാൻ ആ പരാജയമാണ്, അല്ലെങ്കിൽ ഞാൻ അന്ന് മുറിവേറ്റവനാണ് എന്നവർ വിശ്വസിക്കും. പക്ഷെ ആ സംഭവം നിനക്ക് സംഭവിച്ച ഒന്നാണ്, അല്ലാതെ ആ സംഭവം നീയല്ല. അത് തിരിച്ചറിയുമ്പോഴാണ് മാറ്റം തുടങ്ങുന്നത്. 4ാമത്തെ കാരണം അൺപ്രോസസ്ഡ് ഗ്രീഫാണ്. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ അത് മരണത്തെക്കുറിച്ച് മാത്രമല്ല. നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധം, ഒരവസരം, അല്ലെങ്കിൽ നിന്റെ തന്നെ പഴയൊരു വേർഷൻ, ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉള്ളിൽ സങ്കടം വരും. ഈ സങ്കടം കൃത്യമായി പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ നിന്റെ മനസ്സ് ആ അധ്യായം ഒരിക്കലും പൂർത്തിയാക്കില്ല. ഈ പോയിന്റുകൾ കേൾക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് നിന്റെ വീക്ക്നെസ് അല്ല, പകരം നീ കാര്യങ്ങളെ അത്രയും ആഴത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നതിൻ്റെ തെളിവാണ്. നീ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാം മറക്കണമെന്നല്ല അർത്ഥം. ആ ഓർമ്മ നിന്റെ ഉള്ളിലുണ്ടാകും, പക്ഷെ അത് നിന്നെ നിയന്ത്രിക്കാൻ പാടില്ല. ഇങ്ങനെ തോന്നുന്നത് നീ മാത്രം ഒറ്റപ്പെട്ടതുകൊണ്ടല്ല, ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിന്റെ മനസ്സിനെക്കുറിച്ച് ഇതുപോലുള്ള സത്യങ്ങൾ ഇനിയും അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്കിനിയും സംസാരിക്കാം.